കലോത്സവ വിശേഷങ്ങളിലേക്കാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരത്തിൽ ആദ്യമായി ഓൺലൈനിൽ മത്സരിച്ച വിദ്യാർത്ഥിനി കാസർഗോഡ് നിന്നുള്ള സിയ ഫാത്തിമ അറബിക് പോസ്റ്റർ ഡിസൈനിൽ മത്സരിക്കുന്നത് ഓൺലൈനായിട്ടാണ്. മോൾ തന്നെയാണ് അഭ്യർത്ഥിച്ചത്. അതായത് എന്തായാലും ഈ ഒരു മത്സരത്തിന് പങ്കെടുക്കണം, അതായത് സ്റ്റേറ്റിലെത്തിയല്ലേ, അപ്പോൾ എങ്ങനെയാണ് ആംബുലൻസിലേക്ക് പോയിട്ടാണെങ്കിലും പങ്കെടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ എന്തായാലും മന്ത്രിയെ ഓൾ തന്നെ വാട്സപ്പ് ചെയ്ത് അറിയിച്ച്, പിന്നെ കൂടുതലും ഓരോ ടീച്ചേഴ്സാണ് ഇതിന് ഹെൽപ്പ് ചെയ്തത്. അവർ തന്നെയാണ് അവിടെ പോയി തൃശ്ശൂർ കലോത്സവത്തിനകത്ത് പോയി അതിനുള്ള എല്ലാ സജ്ജീകരണം അവരാണ് ചെയ്തത്. ഈ രക്തക്കുഴലിനെ ബാധിക്കുന്ന ഒരു സൈസ് വാസ്കുലേറ്റ് അസുഖമാണ്. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഇപ്പോൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ ഇങ്ങനെ ഓൺലൈനായി പങ്കെടുക്കാൻ കഴിയുന്നതിൽ സിയ സന്തോഷം? വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷം. വേദന തന്നെ മറന്നു എന്നാണ് വലിയൊരാഗ്രഹമായിരുന്നു. എങ്ങനെയെങ്കിലും പങ്കെടുക്കണം എന്നാണ് പറഞ്ഞത്. രാഹുൽ സുരേഷിന്റെ വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ ഓൺലൈനായിട്ട് കുട്ടി മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കലോത്സവത്തിൽ ഇങ്ങനെ ഒരു മത്സരാർത്ഥി വരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ മത്സരിക്കാനാകാത്തുള്ള വലിയ വിഷമം ഈ കുട്ടി രേഖപ്പെടുത്തിയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുൻകൈ എടുത്തിട്ടാണോ ഈ മത്സരം? സ്മൃതി, കലോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വീഡിയോ കോൺഫറൻസിലൂടെ ഒരു വിദ്യാർത്ഥി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് കലോത്സവ നഗരിയിലെ വേദി നമ്പർ 17 മുല്ലപ്പൂ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വേദിയിലാണ് ചരിത്ര നിമിഷത്തിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള സിയ ഫാത്തിമയാണ് ചരിത്രത്തിൽ ആദ്യമായി ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പടന്നയിലെ വീട്ടിലിരുന്നു കൊണ്ടാണ് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സിയ ഫാത്തിമ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്കുലൈറ്റിസ് എന്ന ഒരു ഗുരുതര രോഗം ഈ കുട്ടിയെ ബാധിച്ചിരുന്നു. അതിനുശേഷം ആ കുട്ടിക്ക് ജില്ലാ തലത്തിൽ ആദ്യം എ ഗ്രേഡ് നേടി, പിന്നീട് സംസ്ഥാന തലത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാതെ വന്നതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഒരു നിവേദനം നൽകുന്നു, സർക്കാരിന് ഒരു നിവേദനം നൽകുന്നു. എന്നാൽ ഈ കുട്ടിയുടെ ആവശ്യം നിയമപരമായി നിലനിൽക്കും എന്ന കാരണത്താൽ ഇതിന് അനുമതി നൽകുകയായിരുന്നു. അങ്ങനെയാണ് കൈറ്റ് വഴി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവിടെ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കാൻ ഒരു അവസരം ഒരുക്കുന്നത്. അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടിയും അതോടൊപ്പം റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ഇനി ഏതാണ്ട് 2 മിനിറ്റ് കൂടിയാണ് അവശേഷിക്കുന്നത്. അവസാന നിമിഷം മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റാണ് ഇതിൻ്റെ ദൈർഘ്യം. അവസാന നിമിഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറബിക് പോസ്റ്റർ ഡിസൈനിങ് ആണ് ഈ കുട്ടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വിധികർത്താവ് തൊട്ടപ്പുറത്ത് വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിന്നുള്ളതും ഇവിടെ നിന്നുള്ള ആളുകളുമാണ് ഈ ഓൺലൈനായി ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും മന്ത്രിയുടെ വാക്കുകൾ അല്പസമയം മുമ്പ് നമ്മൾ കേട്ടപ്പോൾ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചകൾ കൂടിയായിരുന്നു, സങ്കടപ്പെടുത്തുന്ന ഒരു വാക്കുകൾ കൂടിയാണ് ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് സർക്കാർ അനുമതി നൽകുകയായിരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള ചരിത്ര നിമിഷങ്ങൾ, ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ കലോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ എടുത്തു എന്നുള്ളതാണ്. കാസർഗോഡ് നിന്നുള്ള സിയ ഫാത്തിമ അറബിക് പോസ്റ്റർ ഡിസൈനിലാണ് മത്സരിച്ചിരിക്കുന്നത്. ഓൺലൈനായാണ്. കുട്ടി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മത്സരവേദിയിലേക്ക് എത്താനായില്ല. അവിടെ നടക്കുന്ന അറബിക് പോസ്റ്റർ ഡിസൈൻ മത്സരത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓൺലൈനായിട്ടാണ് കുട്ടി പങ്കെടുത്തത്.